ഹലോ, വെൽക്കം ടു മൈ ചാനൽ റംലാസ് കൊണ്ടോട്ടി കിച്ചൺ. ഇത് ഒറിജിനൽ ഹൈദരാബാദ് ദം ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രൈ ചെയ്ത സവാള 1 കപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 വലിയ സ്പൂണ്, പിന്നെ ഫ്രൈ ചെയ്ത സവാളൻ്റെ ഓയിൽ 100 ഗ്രാം, പിന്നെ 2 ചെറുനാരങ്ങ നീര്, പിന്നെ 1 വലിയ ടേബിൾ സ്പൂണ് മുളകും പൊടി, പിന്നെ ചേർത്തത് ബിരിയാണി മസാലയാണ്, പിന്നെ കസൂരിമെത്തി 1/4 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ പച്ചമുളക് 4-5 എണ്ണം, പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില. ഇനി ചേർക്കുന്നത് ജാതിക്കാപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ 1 കപ്പ് തൈരാണ്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ചോളൂ കേട്ടോ. ഇനി ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കുകയാണ്. ഇതിന് ഞാൻ 4 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തത്. 4 ഗ്ലാസ് കൈമ റൈസിന് 6 ഗ്ലാസ് വെള്ളം ചേർത്തു. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ ജാതിപത്രി, തക്കോലം, ബേ ലീഫ്, സാജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റൗ ഓണാക്കി നമ്മളെ ചോറ് വേവാനുള്ള വെള്ളം ഇതാ തിളച്ച് വരണം കേട്ടോ. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നു. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ. ഈ സമയം ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് 50 ഗ്രാം ഫ്രൈ ചെയ്ത ഓയിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. പിന്നെ 2 ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്ത്. പിന്നെ ഇത് ഹൈദരാബാദ് ബിരിയാണിയുടെ ഫ്ലേവറാണ് കേട്ടോ. ഇത് ഒരു തുള്ളി മാത്രമേ ഇറ്റിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലത്തെ ഒരു ഫില്ലർ എടുത്തിട്ട് ഒരു തുള്ളി മാത്രമേ ഞാൻ അതിലേക്ക് ഇറ്റിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ടുണ്ട് ഇളക്കി കൊടുത്തോളേ. എന്നിട്ട് ചോറ് വേവണ വരെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ചോറ് വെന്തണോന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അടിയൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ചോറ് നന്നായിട്ട് വേവാൻ പാടില്ല കേട്ടോ. ഒരു മുക്കാൽ വേവാണ് കേട്ടോ ആവേണ്ടത്. നമ്മൾ അരി ഒന്ന് പൊട്ടിയാൽ മതി. അതിന് ഞാൻ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തത്. ഇനി നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണി വേവാനുള്ള ചിക്കനാട്ടോ. നമ്മൾ നേരത്തെ അടച്ച് വെച്ച ചിക്കനാണ്. ഇനി ചിക്കനിലേക്ക് നമ്മൾ പുതിനയിൽ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്. നമ്മൾ ഫ്രൈ ചെയ്ത സവാള ഉണ്ടല്ലോ, അതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ചോറ് നമ്മൾ ഇതിൻ്റെ മേലെ ചോറ് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പ് പിന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഫ്രൈ ചെയ്ത സവാള കേട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ജാതിക്കപ്പൊടി ഉണ്ട് അതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ പിന്നെ ഗരം മസാല ചേർക്കണില്ല, ജാതിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, അത് നെയ്യും ഓയിലും കൂടി മിക്സ് ആക്കിയതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചോറാണ്. പിന്നെ ബാക്കി ചോറും കൂടി ചേർക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ ബാക്കി പിന്നെയും ഫ്രൈ ചെയ്ത സവാള ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെയും അതുപോലെ തന്നെ നമ്മളിതിൻ്റെ മേലേക്ക് നെയ്യാണ് കേട്ടോ. മിൽമ നെയ്യാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 വലിയ സ്പൂണാട്ടോ ചേർത്തത്. സ്പൂണല്ല, നെയ്യാണ് ചേർത്തത്. പിന്നെ അടച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ വെന്ത് വരണ്ടേ. ഇതിൻ്റെ മേലെ ഒരു കനമുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കണ്ട ഇതിൻ്റെ മേലെ.
ഇത് നമ്മളെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഒരു 15 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ പിന്നെ വേവ്. ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്ലെയിം ഹൈ സ്പീഡിൽ വെക്കണം കേട്ടോ. പിന്നെ 10 മിനിറ്റ് തീ വളരെ കുറച്ച് വെക്കുക. കണ്ടോ, ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ തുറന്ന് വെക്കുകയാണെന്ന് കണ്ടില്ലേ, ചുറ്റുഭാഗം നല്ല പുകയൊക്കെ പോകുന്നുണ്ട്, നല്ല ആവിയൊക്കെ വന്നിട്ട് കണ്ടോ. നമ്മളെ ചോറൊക്കെ വെന്ത് എന്തായി നോക്കുകയാണേ, വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നോക്കുകയാണ്. നമ്മളെ ചോറിൻ്റെ അടിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, ഒക്കെ വറ്റി വന്നിട്ടോ. കരിഞ്ഞു പോയിട്ടോ അടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, പാകമായി കിട്ടിക്കണ്. നല്ല സ്മെല്ലാട്ടോ, നല്ല സ്മെല്ലാണ്. അപ്പം നമ്മൾ ചോറ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചോറാണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറൊക്കെ റെഡിയായി. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിണേ, കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിക്കണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. ഞാൻ പിന്നെയും പറയുകയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരും ഇത് ഉണ്ടാക്കാതെ പോകരുത്, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത പിന്നെയും കാണാം കേട്ടോ.